രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നത് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഒന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി വരുന്ന മുസ്ലിം കുടിയേറ്റം, ആ മുസ്ലിം കുടിയേറ്റക്കാരുടെ ശക്തമായ ഇസ്രായേൽ വിരോധം, യൂറോപ്യൻ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ വോക്കിസ്റ്റ് ശക്തികൾക്ക് സാധിക്കുന്നത്. രണ്ടാമത്തത്, സോഷ്യൽ മീഡിയയിലെ ഇസ്രായേൽ ജൂത വിരോധം. ഇത് രണ്ടും ഇസ്രായേലിന്റെ ഭാവിയെ ബാധിക്കുമെന്നും അതിനെ നേരിടാൻ ഇസ്രായേൽ ഒറ്റയ്ക്കാണെങ്കിലും പോരാടുമെന്നും പറഞ്ഞ് ബെന്യാമിൻ നെതന്യാഹു മുമ്പോട്ട് പോകുന്നു. ഇപ്പോഴത്തെ നിലപാടിൽ ഇസ്രായേൽ സേനയിൽ പോലും ഭിന്നതയുണ്ട്. ഗാസയിലെ കരയുദ്ധത്തിന് എതിരാണ് ഇസ്രായേൽ സേന. ആദ്യം ബന്ദികളെ മോചിപ്പിക്കാൻ ശ്രമിക്കൂ. എന്തിനാണ് മൊസാദിന്റെ തലവനടക്കമുള്ളവർ ഇസ്രായേൽ തന്നെ കുത്തിയിരിക്കുന്നത്? നയതന്ത്ര ബന്ധങ്ങളിലൂടെ ബന്ദികളെ മോചിപ്പിക്കൂ എന്ന് ഉറക്കെ പറയുകയാണ് ഇസ്രായേൽ സേനാധിപൻ. ഗാസയിലേക്ക് കയറി ആക്രമണം തുടങ്ങിയതോടെ നിലവിലുള്ള ബന്ദികളുടെ അവസ്ഥ അതിദയനീയമാണ് എന്നാണ് റിപ്പോർട്ട്. 48 പേരാണ് ഇപ്പോൾ ബന്ദികളായി ഹമാസിന്റെയും മറ്റു ഭീകര സംഘടനകളുടെയും കയ്യിലുള്ളത്. അതിൽ 20 പേർ ജീവനോടെയുണ്ടെന്നും ബാക്കി 28 മൃതദേഹങ്ങളാണെന്നും കണക്കാക്കപ്പെടുന്നു. ആ 20 പേരെയും 28 മൃതദേഹങ്ങളും കിട്ടുന്നതിന് വേണ്ടിയെങ്കിലും കാത്തിരിക്കാനാണ് ഇസ്രായേൽ ജനത പറയുന്നത്. ബന്ദികളായിരിക്കുന്നവരുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി ജെറുസലേമിലും ടെൽഅവീവിലും എത്തിയിട്ടുണ്ട്. ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിൽ ഇവർ കുടിൽ കെട്ടി താമസം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബെന്യാമിൻ നെതന്യാഹു പറയുന്നു, ക്ഷമിക്കതിരുണ്ട്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ 7 ആക്രമണം പൂർത്തിയായിട്ട് 2 വർഷമാകുന്നു. ഈ 2 വർഷവും കൊണ്ട് അവസാനിക്കാത്ത യുദ്ധം എത്ര കാലം അവസാനിപ്പിക്കാനാണ്? അതുകൊണ്ട് ഗാസയെ ഞങ്ങൾ ഛിന്ന ഭിന്നമാക്കും, തച്ചുടയ്ക്കും. ഗാസയിൽ കല്ലിന്മേൽ കല്ലവശേഷിപ്പിക്കാതെ സകലതും ഞങ്ങൾ ഇല്ലാതാക്കും. ജീവൻ വേണ്ടവർ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുക. ഹമാസിന് മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, ബന്ദികളെ വിട്ടുതരിക, ആയുധം വെച്ച് കീഴടങ്ങുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മേല് കീഴ് നോക്കാതെ എല്ലാം തച്ചുടയ്ക്കും എന്ന വാശിയിൽ ഇസ്രായേൽ രംഗത്തിറങ്ങിയിരിക്കുന്നു. വരാൻ പോകുന്ന ദിനങ്ങൾ മരണത്തിന്റെയും കലാപത്തിന്റെയും നാശത്തിന്റെയുമാണ് എന്ന് തീർച്ച.